മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ 16 വയസ്സുകാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടെത്തി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. സംഭവത്തിൽ പെൺകുട്ടിയുടെ സുഹൃത്ത് 16 വയസ്സുകാരൻ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? നീലിമ, നാടിന് നടുക്കിയ ഈ ദാരുണമായ സംഭവത്തിൽ ഇപ്പോൾ ഈ 14 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ 16 വയസ്സുകാരനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ 16 വയസ്സുകാരൻ കുറ്റം സമ്മതിച്ചതായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെയാണ് അന്വേഷണ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. കുട്ടി ബലാത്സംഗത്തിനിരയായിട്ടുള്ള ഒരു പ്രാഥമിക വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായിരിക്കുന്നു. പ്രധാനമായും ഇനി ഈ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇനി ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ക്രൂരമായ ഒരു കൊലപാതകം ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിവൈഎസ്പി അടക്കമുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. കുട്ടിയെ ഇന്നലെ മുതലാണ് കാണാതായത്. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ 14 പേരുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ റെയിൽവേ സ്റ്റേഷന് സമീപത്തോടുകൂടി ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ഈ റെയിൽവേയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് കുട്ടിയെ ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തുണ്ട്. ഇനി ഈ കസ്റ്റഡിയിലെടുത്ത ഈ കുട്ടികൾ ആണ് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ പറയുകയും കുറ്റമേൽക്കുന്ന ഒരു സാഹചര്യം പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. അതായത് ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ കുട്ടി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. എന്തായാലും മലപ്പുറം തൊടിയപ്പാലത്തുണ്ടായ ഈ ഒരു ദാരുണമായ കൊലപാതകം നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2018 കൃഷ്ണപ്രിയയുടെ കൊലപാതകം അടക്കം നടന്ന സ്ഥലം കൂടിയായിരുന്നു. അങ്ങനെ ആ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ദാരുണമായ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോൾ നാട് മുന്നോട്ട് പോകുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ഈ റെയിൽവേയുടെ ഈ ഒഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നീലിമ, ഒരു 16 വയസ്സുകാരന് ഇത്ര വലിയൊരു ക്രൂരത കാണിക്കാൻ കഴിയുമോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട് ശ്യാം. തീർച്ചയായും നീലിമ, ആ ചോദ്യമാണ് വളരെ പ്രസക്തമാണ്. പ്രധാനമായും 16 വയസ്സുകാരന് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു കൊലപാതകം നടത്താനാകുമോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും അന്വേഷണ സംഘം കടന്നിരിക്കണം. പ്രധാനമായും ഈ ഒരു സ്ഥലത്തു നിന്ന് ഈ കുട്ടിയെ കാണാതായെന്ന് പറയുന്ന ആ പ്രദേശത്തു നിന്ന് ഈ തൊടിയപാലത്തിനുള്ള ഈ ആളൊഴിഞ്ഞ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് എത്തുമ്പോഴേക്കും കുട്ടി എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ മൃതദേഹം മറ്റൊരു സ്ഥലത്ത് കൊലപാതകം നടത്തിയ ശേഷം ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 16 വയസ്സുകാരനെ ഇത്തരത്തിലൊരു കൊലപാതകം സാധ്യമല്ല. ഇതിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കുട്ടിയാണ് അല്ലെങ്കിൽ താനാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഈ 16 വയസ്സുകാരൻ ഇപ്പോൾ അന്വേഷണ സംഘത്തോടെ സമ്മതിച്ചിരിക്കുന്നത്. കൂടുതൽ ഒരു വിശദമായ 14 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ 16 വയസ്സുകാരൻ പിടിയിലായിരിക്കുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുടെ വിവരങ്ങളാണ് ശ്യാമപ്രസാദ് പങ്കുവച്ചത്.